ഹായ് ഗേസ്, ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇന്ത്യൻ പ്രീമിയർ ലീഗിനെ സംബന്ധിച്ചാണ്. IPL ഇന്നലെ നടന്ന എലിമിനേറ്റർ പോരാട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ചുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് IPLന്റെ രണ്ടാം ക്വാളിഫയർ മത്സരത്തിന് യോഗ്യത നേടിയിരിക്കുകയാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 243 റൺസ് നേടിയപ്പോൾ SRHന് 196 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് ബാറ്റിങ്ങും ജോഫ്ര ആർച്ചറിന്റെ മികച്ച ബൗളിങ്ങുമായിരുന്നു രാജസ്ഥാൻ റോയൽസിന് വിജയം സമ്മാനിച്ചത്. 29 പന്തുകളിൽ നിന്നും 12 സിക്സറുകളും 5 ഫോറും അടക്കം 97 റൺസാണ് വൈഭവ് സൂര്യവംശി നേടിയത്. ബൗളിംഗിൽ ജോഫ്ര ആർച്ചർ 3 വിക്കറ്റാണ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി നേടിയത്. അതേസമയം SRHന്റെ ബാറ്റിംഗ് നിരയെ നോക്കിയാണ് 20 പന്തിൽ 38 റൺസ് നേടിയ നിതീഷ് കുമാർ റെഡ്ഡിയാണ് അവരുടെ ടോപ്പ് സ്കോറർ ബാറ്ററായി മാറിയിരിക്കുന്നത്. നാളെ നടക്കുന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് രാജസ്ഥാൻ റോയൽസിന്റെ എതിരാളികൾ. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വെസ്റ്റ് ഇൻഡീസിന്റെ ഇതിഹാസ താരമായ ക്രിസ് ഗെയിലിന്റെ IPLലെ സിക്സറുകളുടെ വമ്പൻ റെക്കോർഡിനെ മറികടന്നിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ 15 വയസ്സുകാരനായ ഓപ്പണർ വൈഭവ് സൂര്യവംശി. 14 വർഷം പഴക്കമുള്ള റെക്കോർഡിനെയാണ് ഇന്നലെ SRHനെതിരെ നടന്ന മത്സരത്തിൽ വൈഭവ് സൂര്യവംശി മറികടന്നിരിക്കുന്നത്. 2012 RCBക്ക് വേണ്ടി ഒരു സീസണിൽ 59 സിക്സറുകളായിരുന്നു ക്രിസ് ഗെയിൽ നേടിയിരുന്നത്. ആ ഒരു റെക്കോർഡിനെയാണ് ഇപ്പോൾ ഈ ഒരു സീസണിൽ വൈഭവ് സൂര്യവംശി 65 സിക്സറുകൾ നേടിക്കൊണ്ട് മറികടന്നിരിക്കുകയാണ്. എന്തായാലും ആ ഒരു വമ്പൻ റെക്കോർഡ് ഇപ്പോൾ വൈഭവ് സൂര്യവംശിയുടെ സ്വന്തം പേരിൽ വന്നിരിക്കുകയാണ്. IPLൽ ഇനി 2 മത്സരങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഓറഞ്ച് ക്യാപ്പിന്റെ പർപ്പിൾ ക്യാപ്പിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓറഞ്ച് ക്യാപ്പിന് ഇപ്പോൾ പുതിയൊരു അവകാശി എത്തിയിരിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസിന്റെ യുവതാരമായ വൈഭവ് സൂര്യവംശിയുടെ തലയിലാണ് ഓറഞ്ച് ക്യാപ്പ് ഉള്ളത്. 680 റൺസാണ് താരം നേടിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെയുള്ളത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരങ്ങളാണ്. സായി സുദർശൻ 652 റൺസുമായിട്ടും അവരുടെ ക്യാപ്റ്റനായ ശുഭ്മാൻ ഗിൽ 618 റൺസുമായി തൊട്ടു പിന്നാലെ ഉണ്ട്. പർപ്പിൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ RCBയുടെ പേസറായ ഭുവനേശ്വർ കുമാറിന്റെ തലയിലാണ്. 26 വിക്കറ്റുകളാണ് താരം നേടിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഹഹിസോ റബാഡ 26 വിക്കറ്റുമായിട്ടുണ്ട്. ഇക്കണോമിക് റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഭുവനേശ്വർ കുമാർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ രാജസ്ഥാൻ റോയൽസിന്റെ ജോഫ്ര ആർച്ചർ 24 വിക്കറ്റുമായി തൊട്ടു പിന്നാലെയുണ്ട്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചാണ്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 3 മത്സരങ്ങളടങ്ങുന്ന 2020 പരമ്പരയ്ക്ക് ഇന്ന് ഇംഗ്ലണ്ടിൽ തുടക്കമാകുകയാണ്. ഇന്ന് രാത്രി 11 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് ന്യൂസിലാൻഡും അയർലൻഡും തമ്മിലുള്ള ടെസ്റ്റ് മത്സരത്തെക്കുറിച്ചാണ്. ഏക ടെസ്റ്റ് മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യ ദിനം കളി നിർത്തിയപ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 361 റൺസ് നേടിയിട്ടുണ്ട്. ന്യൂസിലാൻഡിന്റെ ഓൾറൗണ്ടറായ രാജിൻ രവീന്ദ്ര സെഞ്ചുറി നേടിയിരിക്കുകയാണ്. 121 റൺസാണ് താരം നേടിയിരിക്കുന്നത്. ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.